സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്നാ വിലയാ? ഭയങ്കര വിലയല്ലേ? അത് ഞാൻ ഇവിടെ പറയാനുള്ള കാരണം എന്താന്ന് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടോ? സ്വർണത്തിനെ പോലെ തന്നെ വാല്യൂ ഉള്ളതും സ്വർണത്തിനെ പോലെ തന്നെ തിളങ്ങുന്ന ടീമുകളാണ് അവിടെ വരാൻ പോകുന്നത്. നമ്മള് ചെമ്പാ ചേട്ടാ, നമ്മള് ചെമ്പാ. വെള്ളി. നിങ്ങൾ ചെമ്പും വെള്ളിയാണെങ്കിൽ അവിടെ വരാൻ പോകുന്നത് ഒറിജിനൽ 916 ഗോൾഡ് ആണ് വരാൻ. മനസ്സിലാക്കാണല്ലോ. ഇന്ന് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ സ്പെഷ്യൽ ഗസ്റ്റുകളായി എത്താൻ പോകുന്നു 916 കുഞ്ഞൂട്ടൻ ആൻഡ് ടീം. കനവിലെ കിളി ചിറകടിക്കണ് പറ പറക്കാൻ കൊതി കൊതിക്കണ് കടവിനിക്കണ് കണവനത്തന് കരള് പുകണ ചിരി തൊടുക്കണ്. ഹലോ 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 ഹലോ. എന്റെ ദൈവമേ, എത്ര കാലമായി കണ്ടിട്ട്. അതല്ല, സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് വന്നത്. അത് കറക്റ്റ് ആണ്. അത് വെറും ഗസ്റ്റ് ഇല്ല, ഇവിടുത്തെ സ്ഥിരം മറ്റേ പ്രോപ്പർട്ടി പോലത്തെ ആൾക്കാര്. അതെ, ഒന്ന് അഭിനയിക്കാൻ പോയപ്പോ ഞങ്ങൾ വേറെ ആൾക്കാരെ ഒന്ന് വെക്കേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അവനെന്താണ് ഇവിടെ കാര്യം? പകരം വന്നാ പക്ഷേടാ ശോധ, ശ്വേത, ഞാൻ ശോധ എന്നാ വിളിക്കുന്നത്. യശോദ എന്നാണ് ഉദ്ദേശിച്ചത്. യശോദേ, അതൊരു വലിയൊരു കഥയാണ്. അയ്യോ, അതൊരു ഭയങ്കര കഥയാണ്. നമുക്ക് സമയം കിട്ടിയാ പറയാം. അതെ, ആദ്യം നമുക്ക് ഇവിടെ 916 കുഞ്ഞൂട്ടന്റെ കഥയാണ് കേൾക്കേണ്ടത്. എങ്ങനെ പോകുന്നു 916 കുഞ്ഞൂട്ടന്റെ കഥകൾ കേൾക്കട്ടെ. വളരെ സന്തോഷമുണ്ട്, കാരണം 916 കുഞ്ഞൂട്ടൻ എന്ന സിനിമയുടെ ഭാഗമായിട്ട് ഇതില് വരാൻ കഴിഞ്ഞതിലും പ്രത്യേകം ക്ഷണിച്ചതിലും ഒരുപാട് സന്തോഷം. അയ്യോ, അത് മാത്രമല്ല, വേറൊരു സന്തോഷം പറയുകയാണെങ്കിൽ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിലുള്ള നമ്മുടെ സ്കിറ്റ് ഒക്കെ ചെയ്യുന്ന പിള്ളേര് സെറ്റ് എനിക്ക് കുറവാണ് ഈ സിനിമയില്. ഞാനില്ല, ഇവരാരും ഇല്ല, പ്രൊഡ്യൂസർ ഇല്ലെന്നൊക്കെ ഉള്ളൂ. പക്ഷെ എന്നാലും ഇതിന്റെ പോസ്റ്ററുകളെല്ലാം ഷെയർ ചെയ്യുന്നില്ലേ? അപ്പൊ ഇതിന്റെ പ്രൊമോട്ട് ടീമിൽ അംഗങ്ങളാണ് നിങ്ങൾ, ഇതായിരിക്കുന്ന ആൾക്കാരൊക്കെ. അപ്പൊ അങ്ങനെ പറയരുത്. ശരിക്കും ഡയാനയും ഡയാനയാണ് ഇതിലെ നായിക. അതെ, ഡയാനാണ് ഇതിലെ നായിക. ഡയാന ഓസ്ട്രേലിയയിൽ പ്രൊമോഷൻ പോയിരിക്കുകയാണ്. എനിക്ക് ഇവരുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ചും അറിയണം എന്നുണ്ട്. അപ്പൊ സാധികയിൽ നിന്ന് തുടങ്ങാം. യെസ് സാധിക. ഹായ് എവരിവൺ. എങ്ങനെ പോകുന്നു സിനിമ വിശേഷങ്ങൾ, കാര്യങ്ങളൊക്കെ? നല്ല വിശേഷം. ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പൊ ഒരു സിനിമ വരുന്നത്, 916 കുഞ്ഞുട്ടൻ. പകർച്ചേട്ടന്റെ കൂടെ വളരെ നൈസ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെന്താന്ന് ഞാനിപ്പോ പറയണ്ടല്ലോ, പറയണ്ട, ഒന്നും കൊടുക്കണ്ടല്ലോ, സർപ്രൈസ്. പക്ഷെ നൈസിൽ നമുക്ക് പിടിക്കാൻ പറ്റി. നൈസായിട്ടൊരു ക്യാരക്ടർ കിട്ടി. യെസ്, രാകേഷ് അല്ലേ? രാകേഷിന്റെ ഒരു റോള് എങ്ങനെയാണ്? എന്റേത് ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ മോസ ഡ്രാഗൺ എന്റർടൈൻമെന്റിന്റെ ഈ മൂവിയിൽ അഭിനയിക്കാൻ പറ്റിയതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ലെജൻഡറി ആയിട്ടുള്ള എല്ലാ ആക്ടേഴ്സും കൂടെ അഭിനയിക്കാൻ പറ്റിയത് വളരെ ഹാപ്പി. ലെജൻഡറി ആയിട്ടുള്ള അവരെ നമ്മൾ വിളിച്ചില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും അല്ല, ഇവരെ ആയിരിക്കും ഉദ്ദേശിച്ചത്. അല്ല, 5 മിനിറ്റ് മുമ്പേ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ പക്രച്ചേട്ടൻ പറഞ്ഞു എന്റെ പേരിൽ എത്ര ഗിന്നസ് റെക്കോർഡ് ഉണ്ടെന്ന് അറിയുമോ. അപ്പൊ ഇത്രയും ഗിന്നസ് റെക്കോർഡുള്ള ഒരാൾ എന്തായാലും ലെജൻഡറി അല്ലേ. അപ്പൊ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് ആ ഒരു ലെജൻഡറി പറയണതിന് എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. റെക്കോർഡ് മേടിക്കുന്നൊന്നും ലെജൻഡറി ഒന്നുമല്ല, മര്യാദയ്ക്ക് അഭിനയിക്കണം, അത്രേ ഉള്ളൂ. ഒരു യാഷ് ലുക്ക് KGF-ലെ. പക്ഷെ എനിക്ക് കമൽ സാറിനെ പോലെയാ തോന്നിച്ചേ. പിന്നെ എന്താന്ന് പറയാ, യേശു ക്രിസ്തുവിനെ പോലെ. അയ്യോ എന്റെ ദൈവമേ. ഒരു കാര്യം ചെയ്യാം, പിന്നെ ഇപ്പൊ നമ്മുടെ ഷോയില് ഇതിന്റെ ഡ്യൂപ്പായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിച്ചാൽ. അപ്പൊ 916 കുഞ്ഞുട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതില് 2 ഹീറോയിൻസ് ആണുള്ളത്. ഒന്ന് ഡയാന ഹമീദും ഒന്ന് ഞാനും. അപ്പൊ അതില് പകർച്ചേട്ടന്റെ കൂടെ തന്നെ നായികയായിട്ടുള്ള റോള് മാളു എന്ന ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. വലിയ ലെവലാ. എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, ഒരുപാട് നായികമാര് വേണം. 2 ഉണ്ട് ഇതിന്റെ അത്. വന്നു പോണതൊക്കെ ഇവനായിട്ട് സെറ്റാ. എന്റെ പാവം ടിനിച്ചേട്ടൻ പറയട്ടെ. ടിനിച്ചേട്ടാ, എനിക്ക് ഒന്നുമില്ല ഇതിന്റെ അത്. ഞാനൊരു വരണ്ട ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു പ്രായമുള്ള മനുഷ്യൻ. ഇതുവരെ സിനിമയിൽ വരാത്തൊരു ഗെറ്റപ്പ് ഈ പടത്തിൽ. അഭിനയം പക്ഷെ പഴയത് തന്നെ. ഗെറ്റപ്പിട്ട് മറച്ചേക്കുവാ. കുറച്ചു കാലത്തിന് ശേഷം എന്ന് വെച്ചാൽ ഞാൻ ഡയറക്റ്റ് ചെയ്ത പടത്തിലാണ് ഞങ്ങൾ ടിനിയും ഞാനും. അതും ടിനിയുടെ ഒരു 1-2 സീനിൽ വരുന്നൊരു ക്യാരക്ടറാണ്. ഈ സിനിമയിലാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഏതാണ്ടൊരു നിർണായക ഘട്ടത്തിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ഈ സിനിമ വരുമ്പം ടിനിക്ക് അത് ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ തന്നെ അത് ഇൻഡസ്ട്രിയിൽ അടയാളപ്പെടുത്തുന്നുള്ള കാര്യത്തിലൊരു
ഒരു ആത്മവിശ്വാസമുണ്ട്. സൂപ്പർ സൂപ്പർ. അല്ല ഇപ്പൊ ആക്ച്വലി 2024 ടിനിയേട്ടൻ ചെയ്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഭയങ്കര ടിനിയേട്ടൻ എനിക്ക് തോന്നുന്നു ഭയങ്കര സെലക്ട് ചെയ്തിട്ട് ക്യാരക്ടേഴ്സ് ചെയ്യണം. അല്ല ബിക്കോസ് എല്ലാ പ്രൊമോഷന് നമുക്ക് എനിക്ക് അയക്കാറുണ്ട്. അപ്പൊ ഞാൻ കാണുമ്പോ അപ്പൊ ടിനിയേട്ടനോട് പറയും അതാണ് ഇടയ്ക്ക് അദ്ദേഹം ബഹിരാകാശത്തുനിന്ന് താഴെ വന്ന് അഭിനയിച്ചിട്ട് പോകും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് നല്ല നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. നല്ലതാണ്. 6 വർഷം അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ് കഴിഞ്ഞ വർഷമൊക്കെ. അല്ല കഴിഞ്ഞ അത് തന്നെ. അപ്പോ ആധികാരികമായിട്ട് നമ്മളെ കുറിച്ച് പറയാൻ അധികാരമുള്ള ഒരാളാ അവിടെ ഇരിക്കുന്നത്. അല്ല അത് മാത്രല്ല, കഴിഞ്ഞ സിനിമയിൽ എന്റെ അമ്മയായിരുന്നു എന്നെ എടുത്തോണ്ട് നടക്കുക. അതിന്റെ പ്രൊഡ്യൂസർ ആരാണ്? പക്രു ചേട്ടൻ. അതെ, എനിക്ക് ഇപ്പൊ ഈ ഒരു കോൺവെർസേഷന്റെ ഇടയ്ക്ക് എനിക്കൊരു സാധനം കാണിക്കാനുണ്ട്. അമ്മ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ക്ലിപ്പ് കാണിച്ചു തരാം. ഹലോ, ഹെൽപ്പ് ചെയ്യട്ടെ? പേടിയായോ? വാ, 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 ഞാൻ പിടിക്കാം. വാ. മെല്ലെ 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 മെല്ലെ. ആയ്. ഉണ്ടോ? അങ്ങനെ ഒരു ടീച്ചർ ആയിരുന്നു അത്. അതെ 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 അതെ. താഴേക്ക് ഊർന്നിറങ്ങാൻ പഠിപ്പിച്ചേ. ശരി, അപ്പൊ എന്തായാലും പക്രു ചേട്ടാ, ഇത്രയൊക്കെ നമ്മൾ 916 കുഞ്ഞുവേട്ടന്റെ കഥകൾ പറഞ്ഞപ്പോൾ അതിന്റെ ട്രെയിലർ എന്തായാലും എല്ലാവർക്കും കാണണമെന്ന് ആഗ്രഹമുണ്ടാവും. സോ നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടാലോ? യെസ്. കുട്ടികളുടെ കഥയാണോ? അല്ല, കുഞ്ഞിക്കുട്ടിയോ കുഞ്ഞുട്ടൻ? അച്ചൂടോ, ഒരു വലിയ കുഞ്ഞുകുട്ടി. ഇത് നമ്മുടെ മോൻ 916 തനി തങ്കം. അച്ഛനൊത്ത മകൻ തന്നെ, നല്ല ഉശിരുള്ള ആൺകുട്ടി. യഥാർത്ഥ സൗന്ദര്യം തിരിച്ചറിയാൻ കഴിവുള്ള പെൺപിള്ളാരും ഈ നാട്ടിലുണ്ടെന്ന് ശില്പയ്ക്കിപ്പം മനസ്സിലായില്ലേ? സിദ്ധാർത്ഥേട്ടന് എന്നെ ഇഷ്ടായോ? എങ്ങനെയുണ്ട്? മല്ലന്മാര് പെണ്ണുങ്ങൾ അതെന്താ നോക്കിയാ കണ്ണടിച്ചു പോവോ? സിദ്ധാർത്ഥ് അല്ലെങ്കിൽ 916 അങ്ങനെ ഒരു പേരുണ്ട് അയാൾക്ക്. ഐ എം നോട്ട് ഗോയിങ് ടു ലീവ് ഹിം. ആരാണെങ്കിലും അവന്മാര് കളിക്കട്ടെ രുദ്ര. ഇത്രയ്ക്കും കുഞ്ഞാക്ക് ഇത്രയ്ക്കും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഒരു സസ്പെൻസ് ഉണ്ട്, ത്രില്ലർ ഉണ്ട്, ഫാമിലി ആണെങ്കിൽ അതും ഉണ്ട്. എനിവേസ്, വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. All the best. Thank you. Thank you.